പ്രവാസികൾക്കും ഇനി ആധാർ കാർഡിന് അപേക്ഷിക്കാം. ആധാർ നിയമങ്ങളിൽ മാറ്റം വരുത്തി യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി. ഇന്ത്യയിൽ താമസിക്കുന്നവർക്കും രാജ്യത്തിന് പുറത്ത് താമസിക്കുന്നവർക്കും പ്രത്യേക ഫോം അവതരിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ചരിത്രമാക്കാൻ UAE. അഹ്ലാൻ മോദി രജിസ്ട്രേഷൻ 65,000 കവിഞ്ഞു. ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. ദുബായിൽ വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും ലംഘിച്ച് പരസ്യം നൽകിയതിന് നടപടി. 30 റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങൾക്ക് 50,000 ദിർഹം വീതം പിഴയിട്ടു. നിയമ നടപടിയെടുത്തത് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി. വിനോദസഞ്ചാര മേഖലയിൽ ചരിത്ര നേട്ടം കൈവരിച്ചു ദുബായ്. കഴിഞ്ഞ വർഷം മാത്രം 1.7 കോടി സന്ദർശകരെ സ്വാഗതം ചെയ്തതായി ദുബായ് കിരീടാവകാശി. മുൻവർഷത്തെ അപേക്ഷിച്ച് 20% വർധന. ഇന്നത്തെ ചർച്ചാ വിഷയത്തിലേക്ക്. KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി യാത്രയ്ക്ക് തുടക്കം. കാസർകോട്ടെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ജനവിഭാഗങ്ങളുമായി സംവദിച്ച് 14 ജില്ലകളിലൂടെയും യാത്ര കടന്നുപോകും. ബംഗാൾ മോഡലിലേക്ക് CPM-നെ എത്തിക്കാൻ കൊട്ടേഷനെടുത്ത നേതാവാണ് പിണറായി വിജയനെന്ന് വേണുഗോപാൽ ആരോപിച്ചു. പ്രധാനമന്ത്രി എത്ര തവണ വന്നാലും കേരളത്തിൽ അക്കൌണ്ട് തുറക്കാനാകില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. എന്താണ് സമരാഗ്നിയുടെ ലക്ഷ്യം? ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നു. സ്വാഗതം. ശ്രീ ഷമീർ TP CPM-നെ പ്രതിനിധീകരിച്ച്, ശ്രീ അജി കുര്യാക്കോസ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച്, ശ്രീ രമേശ് മണിക്കോത്ത് BJP പ്രതിനിധി എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ അജി കുര്യാക്കോസ്. 14 ജില്ലകളിലൂടെയും കടന്നുപോകുന്ന ജാഥ തുടങ്ങിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ആവേശം പ്രവർത്തകരിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് എന്ന് തോന്നുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കമാണോ കോൺഗ്രസ് ഇന്ന് നടത്തിയിരിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വരികയാണ്. BJP ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ 5 പ്രസ്റ്റീജ് മണ്ഡലങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങളും ചുവരെഴുത്തും ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം BJP ആണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശത്രു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശത്രു BJP ആണ്. കാരണം വർഗീയ ധ്രുവീകരണം, ഡിവൈഡ് ആൻഡ് റൂൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി, ഇതുവരെ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ സെക്യുലറിസം നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, ഇന്ത്യയുടെ സെക്യുലറിസത്തിനെതിരെ വാളോങ്ങി നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി എന്ന രീതിയിലല്ലാതെ തന്നെ ഒരു RSS പ്രചാരകൻ എന്ന രീതിയിൽ പല രീതിയിലും പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി. ഇപ്പൊ ഇവരെയൊക്കെ നേരിടേണ്ടതിന്റെ ഉത്തരവാദിത്വം ഇന്ത്യയിലെ ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിനുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ആദ്യമേ തന്നെ ഇടപെടുന്നതിൽ താങ്കൾ ക്ഷമിക്കുക. മോദിക്കെതിരെയാണ് സമരമെങ്കിൽ, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതാണ് അതിന്റെ റീസൺ എങ്കിൽ, ആ സമരം നടക്കേണ്ടത് അല്ലെങ്കിൽ ജാഥ നടക്കേണ്ടത് ഡൽഹിയിലല്ലേ? ഞാൻ പറഞ്ഞു വന്നില്ലല്ലോ മാഡം, അവസാനിപ്പിച്ചില്ലല്ലോ. അപ്പോ അതാണ് ഈ മോഡിക്കെതിരെ, അതുപോലെ തന്നെ BJP-ക്കെതിരെ ഉള്ള ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ഈ സമരാഗ്നി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഈ പ്രചരണ യാത്രയുടെ തുടക്കം. മറ്റൊന്ന്, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മോദി സർക്കാരിന്റെ, കേന്ദ്രത്തിലെ മോദിയുടെ മറ്റൊരു രൂപം, ഒരു ക്ലോണിംഗ് ആണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വർഗീയപരമായിട്ടും ജാതീയപരമായിട്ടും ആളുകളെ വേർതിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, നാട്ടിൽ ധൂർത്തും അതുപോലെ തന്നെ പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി പൈസ എടുത്തുകൊണ്ട് സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നതും, സ്വന്തം ഭാര്യയുടെ പെൻഷൻ ചെലവിൽ കമ്പനി തുറക്കുന്നു എന്ന് പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്നതുമായ ഒരു മുഖ്യമന്ത്രി. അപ്പോ ഇത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഇരുതല വാളാണ്. ഈ 2 വാളുകളെയും ഈ 2 എൻഡിനെയും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഈ കൊച്ചു ശ്രമം, കേരളത്തിൽ നിന്ന് തുടങ്ങുന്ന ഈ കൊച്ചു ശ്രമം, ഇപ്പൊ നമുക്കറിയാം ശ്രീമാൻ രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ നിന്ന് തുടങ്ങിയ യാത്ര ഏകദേശം ഒഡീസ വരെ എത്തിയിട്ടുണ്ട്. അപ്പോ ഇതും കൂടി ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലും കോൺഗ്രസിന്റെ BJP-ക്കെതിരെയുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പും, കേരളത്തിൽ ഇത് പിണറായി സർക്കാരിനെതിരെയുള്ള മുന്നറിയിപ്പാണ്. കാരണം നമുക്ക് മനസ്സിലാക്കാൻ, കഴിഞ്ഞ പ്രാവശ്യം 20-20 പ്രതീക്ഷിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയതാണ്. എങ്ങനെയോ അബദ്ധവശാൽ ഒരു സീറ്റ് നഷ്ടപ്പെട്ടു പോയി. അതുപോലും നഷ്ടപ്പെടരുത് എന്നുള്ള വിശ്വാസത്തിൽ കേന്ദ്രത്തിൽ പോയി, ലോക്സഭയിൽ പോയി മോഡിക്കെതിരെ ശക്തമായി ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടും ശക്തമായി പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ ഈ യാത്ര തുടങ്ങുകയാണ്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പുള്ള പ്രചരണം, ഒപ്പം തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പതനത്തിന് വേണ്ടിയുള്ള ഒരു യാത്ര കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
തീർച്ചയായും ഇന്ന് അജി കുര്യാക്കോസ് അവിടെ സംസാരിച്ചവരിൽ ഭൂരിഭാഗവും സംസാരിച്ചത് ഇടത് സർക്കാരിനെതിരെയാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നു കാട്ടുന്നു എന്ന് പറയുമ്പോൾ പോലും അത് സംസ്ഥാന സർക്കാരിനെതിരായ കുറ്റപ്പെടുത്തലുകളായി പല നേതാക്കളുടെയും സംസാരം മാറുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം, സമരാഗ്നി മൂലം നിങ്ങൾ ലക്ഷ്യമിടുന്നത് എന്താണ്? പ്രധാന ലക്ഷ്യം എന്താണ്? ഇവിടെ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റ് ലഭിക്കുക, അതിന്റെ പ്രചരണാർത്ഥം നടത്തുന്ന ഒരു യാത്ര മാത്രമാണ് ഇത് എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. 50 സെക്കൻഡ് സമയം തരികയാണെങ്കിൽ ഞാൻ പറയാം. അതായത് ഈ സമരാഗ്നി എന്ന് പറഞ്ഞ യാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് ബഹുമാന്യനായ AICC വർക്കിംഗ് ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉടനീളം BJPക്കെതിരെ ശക്തമായി വാളോങ്ങിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. കഴിഞ്ഞ 2014 വരെയുള്ള UPA ഗവൺമെന്റിന്റെ നേട്ടങ്ങളെ ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ ഇവിടെ നമ്മുടെ പ്രസക്തമായ ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. കേരളം എന്ന് പറഞ്ഞ കൊച്ചു സംസ്ഥാനത്ത് ഈ ഒരു തുടക്കം നമ്മൾ കൊണ്ടുവരുമ്പോൾ കേരളത്തിൽ ഭരിക്കുന്ന സർക്കാരിന്റെ അന്യായം കൂടി കാട്ടേണ്ടതായിട്ടുണ്ട്. കാരണം BJP എന്ന് പറയുന്നതും CPM എന്ന് പറയുന്നതും ഒരുമിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പാർട്ടികൾ അല്ലെങ്കിൽ തന്നെയും അവരെ കണ്ടാൽ വേറിട്ട് നിൽക്കുമെങ്കിലും കട്ടന്റെ പിന്നിൽ നിൽക്കുമ്പോൾ അവരെല്ലാം ഒരുമിച്ചാണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഉത്തരവാദിത്വം കൂടിയും കോൺഗ്രസിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് രണ്ട് പാർട്ടികളെയും, രാഷ്ട്രീയ പാർട്ടികളെയും ഒരുപോലെ നേരിടുന്നത്. അല്ലാതെ കേരളത്തിൽ CPM-നെ തോൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മറ്റെന്തെങ്കിലും നേടിയെടുക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല. CPM എന്തായാലും തോൽക്കും. പക്ഷേ കേരളത്തിലെ ഓരോ ലോക്സഭാ അംഗങ്ങളും കേന്ദ്രത്തിൽ വരുമ്പോൾ അവർ എണ്ണപ്പെടും. അത് BJPക്കെതിരുള്ള ഓരോ ശക്തമായ താക്കീതുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് കേരളത്തിൽ 20 സീറ്റ് നേടുന്നതിന് വേണ്ടിയിട്ട് ഈ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. ശരി, 20 സീറ്റുകൾ കേരളത്തിൽ ഉറപ്പാക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നതാണ് അജി കുര്യാക്കോസ് പറയുന്നത്. ശ്രീ ഷമീർ TP, ഇവിടെ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിന്റെ സാഹചര്യത്തിൽ തന്നെയാണ് ഇങ്ങനെയൊരു സമരാഗ്നി ജാഥ സംഘടിപ്പിക്കുന്നതെന്ന് അജി കുര്യാക്കോസ് സൂചിപ്പിച്ചു കഴിഞ്ഞു. അവരെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ 19 സീറ്റ് നേടാനായ ഇടമാണ്, അത് മുഴുവൻ സംരക്ഷിക്കുക എന്നതൊരു ലക്ഷ്യമാണ്. ആ രാഷ്ട്രീയം മുൻനിർത്തിക്കൊണ്ടുള്ള യാത്രയാകുമ്പോൾ അതിൽ പ്രധാനമായും തുറന്നു കാട്ടേണ്ടത് സംസ്ഥാന സർക്കാരിനെ തന്നെയാണ്. അത് അവർ ചെയ്യുന്നു എന്നതാണോ താങ്കൾ ഇതിനെക്കുറിച്ച് കാണുന്നത്? രേണുക, സത്യത്തിൽ രേണുക വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ ഒരു സമരത്തെക്കുറിച്ചുള്ള ശ്രദ്ധ എന്നിൽ ഞാൻ ശ്രദ്ധിക്കുന്നത്. സത്യത്തിൽ കോൺഗ്രസുകാർക്ക് തന്നെ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം മുഖ്യധാര മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലോ ഈ സമരത്തെക്കുറിച്ച് അങ്ങനെ ഒരു പ്രചരണം ഇല്ല. സത്യത്തിൽ എന്തിനാണ് ഈ സമരം? സത്യത്തിൽ സാറ് സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. അപ്പോൾ സത്യത്തിൽ എന്തിനാണ് ഈ സമരം നടക്കുന്നത്? നമുക്കറിയാം, കേരളത്തിൽ നിർജീവമായി കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തെ എങ്ങനെയെങ്കിലും ഒന്ന് പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളത് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇങ്ങനെയൊരു സമരാഗ്നി എന്ന പേരിൽ ഒരു സമരപ്രഹസനം കോൺഗ്രസ് തയ്യാറാവുന്നത്. സത്യത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ 7 വർഷമായി അല്ലെങ്കിൽ 8 വർഷത്തോളമായി കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങളോട്, അതല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളോടൊക്കെ അസഹിഷ്ണുതാപരമായ പ്രവർത്തനങ്ങളാണ് UDF സംവിധാനം അതല്ലെങ്കിൽ കോൺഗ്രസുകാർ നടത്തുന്നത്. 8 വർഷമായി അവർ സമരം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഇതുവരെ ഒരു പാർലമെന്റിലോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുമ്പിലോ കേന്ദ്ര സർക്കാരിനെതിരെ അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കേരളത്തിന് തരാനുള്ള അതല്ലെങ്കിൽ അർഹതപ്പെട്ട വിഹിതങ്ങൾ മേടിച്ചെടുക്കാൻ വേണ്ടി ഇടതുപക്ഷം സമരം ചെയ്യുമ്പോൾ അതിനെ മാറി നിന്ന് പരിഹസിക്കുക എന്നുള്ള തീരുമാനമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം രേണുക, രാജ്യം മുഴുവൻ ശ്രദ്ധിച്ച ഒരു ഐതിഹാസികമായ സമരം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്നു. ഇന്ത്യയിലെ BJP ഇതര സർക്കാരുകൾ എല്ലാം അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഡൽഹിയിലെത്തി. എന്നിട്ടും ഇവിടത്തെ UDF സംവിധാനം അതല്ലെങ്കിൽ കോൺഗ്രസുകാർ എന്താണ് ആ സമരത്തോട് പുലർത്തിയ സമീപനം? എന്താണ്? അവർക്ക് എന്തെങ്കിലും കേരളത്തിലെ ജനങ്ങളോട് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിലെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ അതല്ലെങ്കിൽ കേരളത്തിന്റെ പുരോഗതിയിൽ എന്തെങ്കിലും ആത്മാർത്ഥമായ താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ അവർ ഡൽഹിയിൽ CPM-നോടൊപ്പം അതല്ലെങ്കിൽ LDF-നോടൊപ്പം സമരത്തിൽ പങ്കെടുക്കുമായിരുന്നു. അവിടെ ഒരു സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് അവർ ഇവിടെ വന്നൊരു സമരം ചെയ്യുന്നതെങ്കിൽ അത് കേൾക്കാനെങ്കിലും ഒരു രസമുണ്ടായിരുന്നു. ഐതിഹാസികമായ ഒരു സമരത്തോട് പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് ഇപ്പോൾ ഒരു സമരാഗ്നി എന്നുള്ള പേരിൽ ഒരു സമര പ്രഹസനം നടത്താൻ വേണ്ടി അവർ തയ്യാറായിരിക്കുകയാണ്. എന്തായാലും ഞാൻ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ വളരെ കൗതുകത്തോടെയാണ് ഞാൻ ഈ സമരത്തെ കാണുന്നത്. കാരണം നമുക്കറിയാം, പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രതിപക്ഷ നേതാവും
KPCC പ്രസിഡന്റും തമ്മിൽ മൈക്കിന് വേണ്ടി അടികൂടിയത് മാധ്യമങ്ങളെല്ലാം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപക്വമതികളായ രണ്ട് നേതാക്കൾ നയിക്കുന്ന ഈ സമരത്തെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ വളരെ കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത്. ശരി, ശ്രീ രമേശ് മണിക്കോത്ത്, ഇന്നലെ ഡൽഹിയിൽ നടന്ന സമരം നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ വരിഞ്ഞു മുറുക്കുന്നത് എന്നത് അവിടെ എത്തിയ നേതാക്കൾ വിശദീകരിച്ചു. അതൊരു പുതിയ മുന്നേറ്റവും പുതിയ കൂട്ടായ്മയുമായി അവിടെ കാണാൻ കഴിഞ്ഞു എന്നതും ഒരു വസ്തുതയാണ്. നോക്കൂ, ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ സമരാഗ്നി ജാഥ തുടങ്ങിയിരിക്കുന്നു. അവിടെയും കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ഇവിടെ മുഖ്യ ഏറ്റുമുട്ടൽ പ്രധാനമായും CPM-ഉം കോൺഗ്രസും തമ്മിൽ അതിന്റെ അരങ്ങുണരുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമ്മൾ ഇന്ന് സമരാഗ്നിയുടെ തുടക്കത്തോടു കൂടി കാണുന്നത്. ഇവിടെ മറ്റൊരു ജാഥ നടക്കുന്നുണ്ട്, പദയാത്ര നടക്കുന്നുണ്ട്. കെ സുരേന്ദ്രൻ കോട്ടയം വരെ എത്തിയിട്ടുണ്ട്. ഈ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ BJPക്ക് കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കണമോ സംസ്ഥാനത്ത് നിന്ന്? ആദ്യം ശ്രീ അജി കുര്യാക്കോസ് പറഞ്ഞതിന് മറുപടി പറയാം. അജി കുര്യാക്കോസ് പറഞ്ഞു വർഗീയമായ ചേരിതിരിവുണ്ടായി, ഈ രാജ്യം നശിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ്, അങ്ങനെയാണ് പോകുന്നത്. നരേന്ദ്രമോദി RSS പ്രചാരകനായിട്ടാണ് പോകുന്നത്. ഞാൻ പറയുന്നത് കഴിഞ്ഞ 10 വർഷം നോക്കണ്ട, കഴിഞ്ഞ 5 വർഷത്തെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എത്ര പദ്ധതികളാണ് ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പിലാക്കിയത് ശ്രീ നരേന്ദ്രമോദി. ഏതെങ്കിലും ഒരു പദ്ധതി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു മതത്തിന്, ഏതെങ്കിലും ഒരു വിഭാഗത്തിന്, ഏതെങ്കിലും ഒരു ജാതിക്ക് അല്ല ഇത്ര വരുമാനമുള്ള ഒന്നുമില്ല. ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരേ നിലയിൽ കിട്ടുന്ന പദ്ധതികളാണ് നടപ്പിലാക്കിയത്. പിന്നെ വർഗീയത പറഞ്ഞു ശ്രീ അജി കുര്യാക്കോസ്, അതിന് മറുപടി പറയാം. അജി കുര്യാക്കോസ് ശ്രീ നെഹ്റുവിനെ തള്ളിപ്പറയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ചത്ത കുതിര എന്ന് വിശേഷിപ്പിച്ച മുസ്ലിം ലീഗിനെ കൂട്ടിയിട്ട് ഭരണത്തിലിരിക്കുന്നവരാണ് ഇപ്പൊ പറയുന്നത് നമ്മൾ വർഗീയവാദികളാണ്. അതവിടെ കേട്ടെ, നമ്മൾ വിഷയത്തിന് മാറിപ്പോകും. പിന്നെ അതേപോലെ ഷമീർ പറഞ്ഞ വേറൊരു കാര്യം, ഷമീർ പറയുകയുണ്ടായി ഇവിടെ ഈ രാജ്യത്ത് വളരെ സുന്ദരമായ ഭരണമാണ് നടക്കുന്നത്. ഇത്രയും കഴിവുകെട്ട ഒരു ഭരണം കേരളം ഇതുവരെ കണ്ടിട്ടുണ്ടോ? സാമ്പത്തികമായി ഇവർ പറയുന്നത് കേന്ദ്രം തരുന്നില്ല. കേന്ദ്രം അതാൻ അവിടെ പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നു. എത്ര കൊടുത്തിരിക്കുന്നു? UPA ഗവൺമെന്റ് എത്ര കൊടുത്തു, ഇപ്പൊ എത്ര കൊടുത്തു? അതുപോലെ തന്നെ ധവളപത്രം ഇറക്കിയിരിക്കുന്നു. എടുത്ത് വായിച്ചു നോക്കട്ടെ. വെറുതെ നമ്മള് ജന്തർ മന്ദറിലും അല്ലെങ്കിൽ മനുഷ്യച്ചങ്ങല കെട്ടിക്കൊണ്ട് കാര്യമില്ല. ഇന്നലെ ചർച്ചയിൽ പറഞ്ഞ കാര്യമാണിത്. വീണ്ടും റിപ്പീഷൻ ആയി പോകും. ഇത് ജന്തർ മന്ദറിൽ നിന്ന് പാർലമെന്റിലേക്ക് എത്ര ദൂരമുള്ളൂ? അവിടെ പോയി പറയണം. ആരും പറയുന്നില്ല. ഇടതുപക്ഷത്തിന്റെ ഒരാൾ വായ തുറക്കുന്നില്ല. പിന്നെയും സംസാരിക്കുന്നത് കോൺഗ്രസിന്റെ UDF-ന്റെ MP-മാരാണ്. അത് കൊടുത്തോ ഇത് കൊടുത്തോ എന്ന് ചോദിച്ചില്ല. 1-2 ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പാർലമെന്റ് മുരളീധരൻ ചോദിച്ചു, അതേപോലെ പ്രേമേന്ദ്രൻ. ഇവരൊന്നും മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ് മിണ്ടാൻ പറ്റാത്തത്? ഈ 57,000 കണക്ക് അവിടെ അവതരിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ കേരളത്തിലെ അമ്പേ പരാജയമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം എത്രയോ ആൾക്കാർ പിച്ചച്ചട്ടി എടുത്തോളൂ. ഇന്നലെ ഒരു ശിവശങ്കരൻ മരിച്ചിരിക്കുന്നു. 80,000 രൂപയുടെ PF കിട്ടിയിട്ടില്ല. 80,000 രൂപയുടെ. നിങ്ങൾ മനസ്സിലാക്കണം, 50 ലക്ഷമാണ് ഇന്നലെ KSIDC ചെലവഴിച്ചത്. എന്തിനാണ്? പിണറായി വിജയന്റെ മകളുടെ കേസിന് 50 ലക്ഷം 2 സിറ്റിംഗ് 25 ലക്ഷം വീതം ഇവർ ചെലവാക്കി കോടതിയിൽ. എന്താ കിട്ടിയ? കോടതി വലിച്ചെറിഞ്ഞു, കുപ്പത്തൊട്ടിയിലിട്ടു. അപ്പൊ ഈ രീതിയിൽ ജനങ്ങളുടെ പൾസ് അറിയാതെ, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാതെ അഴിമതി നടത്തുക, സ്വന്തം കുടുംബത്തെ നന്നാക്കുക, അത് 2 മുന്നണി കണക്കാ. നമ്മുടെ UPA ഭരണത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് കോൺഗ്രസിനെ പിന്തുണച്ചവരല്ലേ ഇവരെന്തെങ്കിലും സമരത്തിന് എന്തെങ്കിലും മുന്നോട്ട് വന്നോ? അവർ പറയണ്ട കേരളത്തിന് ഇത്ര കിട്ടിയത്, അത്രയും കിട്ടിയത് അന്നേരം. ഇപ്പൊ എത്രയാ കിട്ടുന്നത്? 42%. അന്ന് 30 ഉള്ളൂ. സമരം ചെയ്തോ ഇവര്? അപ്പൊ ഇപ്പൊ ഒന്ന് ഇറങ്ങിയിരിക്കുന്നത് എങ്ങനെയെങ്കിലും ജനങ്ങളെ കണ്ണിൽ പൊടിയിടണം, എങ്ങനെയെങ്കിലും അധികാരമെത്തണം. UPA ഗവൺമെന്റിന് എന്തിനാണ് നിരാകരിച്ചത് ജനങ്ങള്? നരേന്ദ്രമോദി 2013 തെരഞ്ഞെടുത്തതിന്റെ കാരണം എന്താണ്? മുഴുവൻ അഴിമതിയായിരുന്നു. അതും 1 രൂപ 2 രൂപയല്ല, ആയിരക്കണക്കിന് കോടിയുടെ 2G സ്പെക്ട്രം പോലുള്ള അഴിമതി ഇന്ത്യയിലെ ജനങ്ങൾ മറന്നിട്ടില്ല. ഇന്ത്യയിലെ ജനങ്ങളുടെ അവകാശങ്ങൾ അവർക്ക് കൊടുക്കേണ്ട കാര്യം കൊടുക്കാതെ അഴിമതി നടത്തി സ്വന്തം കുടുംബത്തെയും പാർട്ടിക്കാരെയും നന്നാക്കാൻ ശ്രമിച്ചതിന്റെ തിക്തഫലമാണ് ജനങ്ങൾ നിരാകരിച്ചത്. ഇന്ന് വന്ന UPA NDA ഗവൺമെന്റ് എന്താണ്? മുഴുവൻ ജനങ്ങൾ 1 രൂപയുടെ അഴിമതി ഇല്ലാതെ സാധാരണക്കാരുടെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി എത്ര കോടികളാണ് ചെലവാക്കിയത്? നമുക്കറിയാം. ഇന്ന് ചെലവാക്കിയത് ഇപ്പോ ഒരു കണക്ക് വന്നിട്ടുണ്ട്. നാഷണൽ ഹൈവേ മാത്രം 97,000 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇന്ന് 1,45,000 കിലോമീറ്റർ ആണ് ഈ ചെറിയ കാലയളവിൽ. അപ്പൊ ഇതൊക്കെ UPA സർക്കാരിന് ചെയ്യാൻ കഴിയാത്തതാണോ?
അപ്പൊ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാതെ അഴിമതി നടത്തിയിട്ട് ഇപ്പൊ വന്നിട്ട് പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ല. ജനങ്ങൾ നിരാകരിക്കും. കേരളത്തിൽ ഇപ്പോ അജി കുര്യാക്കോസ് പറഞ്ഞില്ല 20 കഴിഞ്ഞ ഇലക്ഷനിലുള്ള അവസ്ഥയല്ല, അത് വേറൊരു അവസ്ഥയായിരുന്നു. ശബരിമല ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുപോലെ ഒരു ധ്രുവീകരണം നടത്തിയിട്ടുണ്ടായിരുന്നു. നരേന്ദ്രമോദി അധികാരത്തിൽ എത്താതിരിക്കാൻ വേണ്ടി ഒരു ധ്രുവീകരണം, അതൊന്നും ഇന്നില്ല. ജനങ്ങൾ മാറി. ന്യൂനപക്ഷങ്ങളുടെ, സ്ത്രീകളുടെ വൻ പിന്തുണ ബിജെപിയുടെ പ്രതീക്ഷകളാണ് അദ്ദേഹം വിശദീകരിച്ചത്. ശ്രീ അജി കുര്യാക്കോസ്, ഇവിടെ ഇപ്പോൾ ഇന്ന് നേതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ നോക്കിയാൽ പിണറായി വിജയന് BJP വിരോധമോ വർഗീയ വിരോധമോ ഇല്ല. പദവി സംരക്ഷിക്കാനും സ്വന്തക്കാരെ സംരക്ഷിക്കുവാനും ഏതൊരു ഒത്തുതീർപ്പുകളുടെയും ഭാഗമാവുകയാണ് അദ്ദേഹം എന്ന് ആരോപിക്കുന്നു KC വേണുഗോപാൽ. മോദി പിണറായി പാക്കാണ് സംസ്ഥാനത്തുള്ളതെന്ന് VD സതീശൻ ആരോപിക്കുന്നു. ഇവിടെ ഇന്നലെ നമ്മൾ ഒരു സമരം കണ്ടു. ഡൽഹിയിൽ പോയി കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്തിയ പാർട്ടിയെ, അല്ലെങ്കിൽ ആ സമരത്തെ തന്നെ നയിച്ച പിണറായി വിജയനെയാണ് ഈ രീതിയിൽ നിങ്ങളിവിടെ വിശേഷിപ്പിക്കുന്നത്. ആ സമരത്തിൽ ഭാഗമാകാതെ മാറി നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ഇവിടെ സമരം നടത്തുന്നു. ഇവിടെ പിണറായി വിജയൻ മോദിയുടെ ആളാണ് എന്ന തരത്തിലൊരു നറേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. എന്താണ് ഇതിലൂടെ നിങ്ങൾ ലക്ഷ്യമിടുന്നത്? ഇന്നലെ ആ ചർച്ച നടന്നുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് ലഘുവായിട്ട് ഞാൻ പറയാം. ഇന്നലെ നടന്ന സമരം ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ചർച്ചാ വിഷയം. അല്ലാതെ കേന്ദ്ര സർക്കാരിന്റെ അവഗണനയെ കുറിച്ചുള്ളല്ലായിരുന്നു ചർച്ചാ വിഷയം. പക്ഷേ അവിടെ വന്ന ബഹുമാനായ ശ്രീ കെജ്രിവാൾ എല്ലാ വിഷയങ്ങളും സംസാരിച്ചു. അങ്ങനെ ഒരു സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി മോദിയുടെ ആളാണ് എന്ന് ഇവിടെ നേതാക്കൾ വിശദീകരിക്കുകയാണ്. ആ സമരത്തിൽ പങ്കെടുക്കുക പോലും ചെയ്യാതെ വിട്ടുനിന്നുകൊണ്ട് അങ്ങനെ ഒരു സമരത്തിന് ഒരു തരത്തിലും നേതൃത്വം കൊടുക്കാതെ നിന്നുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെതിരെ കാസർഗോഡ് സമരം തുടങ്ങിയിരിക്കുന്നത്. അല്ല, അത് ഞാൻ പറയാം. എന്തുകൊണ്ടാണ് ഞങ്ങൾ ചേരാതിരുന്നത് പറഞ്ഞുതരാം. ആദ്യമായിട്ട് പറയട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യൻ ഭരണഘടനയെ നശിപ്പിക്കുന്നു എന്നുകൊണ്ടാണ് സമരം നടന്നത്. അല്ലാതെ കേന്ദ്ര സർക്കാർ കേരളത്തിനെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞൊരു ചർച്ച ഇതിന്റെ ടാഗ് ലൈനിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ശ്രീമാൻ കെജ്രിവാളോട് എന്ന് പറഞ്ഞ എന്താണ്, എന്നെ പോലെയും ശ്രീ പിണറായി വിജയനെ പോലെയും ഉടൻ തന്നെ ഞാനും പിണറായി വിജയനും ജയിലിനകത്താകുമെന്നാണ്. എന്താണ് കാരണം എന്നുള്ളത് ഒരുപാട് പേർ പങ്കെടുക്കുന്ന പരിപാടിയായിട്ട് പോലും സമയം എടുത്തുകൊണ്ട് തന്നെ അവിടെ വിശദീകരിച്ചു അജി കുര്യാക്കോസ്. അതെ, ഞാൻ പറഞ്ഞു തരട്ടെ മാഡം. ശ്രീ പിണറായി വിജയൻ ജയിലിലാവുമെന്ന് പറഞ്ഞതോടുകൂടി അദ്ദേഹം പേടിച്ചു പോയി. കാരണം ശ്രീ പിണറായി വിജയൻ ജയിലാവുന്നത് അദ്ദേഹത്തിന്റെ മകൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ള വഴിവിട്ട സേവനത്തിന് വേണ്ടിയിട്ടാണ്. കെജ്രിവാളിന്റെ കാര്യം വേറെയാണ്. പക്ഷെ അദ്ദേഹം വിചാരിച്ചത് കേന്ദ്രത്തിലെ ഈ ED അന്വേഷണം നടക്കുന്നത് കേരളത്തിൽ നടക്കുന്നതും ഡൽഹിയിൽ നടക്കുന്നതും ഒന്നാണെന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. പക്ഷെ അതിനുശേഷം ഈ സമരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയ്ക്ക് വേണ്ടിയായിരുന്നുവെങ്കിൽ, എതിരെയായിരുന്നുവെങ്കിൽ ഇത് നടത്തേണ്ട ജന്തർ മന്ദിറിലല്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ മാർച്ച് ഞങ്ങൾ വരാന്നേ അങ്ങോട്ട് കൂടെ. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് മകളെ രക്ഷിക്കാൻ വേണ്ടി ചർച്ച? ഇത് ഒന്നുകൂടി പറയാം, രണ്ട് കാര്യങ്ങൾ. ഇപ്പൊ ഇന്ന് ഇത് അതവിടെ നിൽക്കട്ടെ. ഇതിപ്പോ ഷമീർ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനെ പുനരുജ്ജീവിക്കണമെന്ന്. കോൺഗ്രസ് കഴിഞ്ഞ മാസം നടന്ന നവകേരള സദസ്സിലെ എന്താ സംഭവിച്ചത്? കോൺഗ്രസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജീവൻ രക്ഷാ പ്രവർത്തകരെ ഇറക്കിയതാണ് ശ്രീ പിണറായി വിജയൻ. അപ്പൊ കോൺഗ്രസ് പുനരുജ്ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, എന്റെ ജീവൻ രക്ഷിക്കാൻ ഞാൻ ഗുണ്ടകളെ DYFI ഗുണ്ടകളെ ഇറക്കിയിരിക്കുന്നു, അവർ ചെയ്യുന്ന എന്റെ ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറഞ്ഞു. മറ്റൊന്ന്, പക്വമതിയായ നേതാവാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറഞ്ഞു. ശ്രീ അജി കുര്യാക്കോസ്, ആ സമരത്തെ നേരിട്ട രീതികളോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ജനങ്ങളിലേക്ക് ഒരു മന്ത്രിസഭ എത്തുന്നു, അവർ ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുന്നു. അത് ജനങ്ങളുമായി സംവദിക്കാനുള്ള ഒരു അവസരമായിരുന്നു. അതിൽ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ കൂടി, സഹകരണം കൂടി അവർ ചോദിച്ചു. നിങ്ങൾ പോയില്ല, ബഹിഷ്കരിച്ചു. ഡൽഹിയിലേക്കുള്ള സമരത്തിന് നിങ്ങളെ വിളിച്ചു, നിങ്ങൾ പോയില്ല. ഇപ്പോൾ പറയുന്ന കേന്ദ്ര സർക്കാരിനെതിരായ എല്ലാ വിഷയങ്ങളും ഉയർത്താനും പറയാനും ഒക്കെയുള്ള അവസരമായിരുന്നു, നിങ്ങൾ പോയില്ല. അതിനുശേഷം അവിടെ സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി പിണറായിയുടെ ആളാണ് എന്ന് ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കമാണ്, അതിന് തുടക്കമിടുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ പറയാൻ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുമല്ലോ, അത് പറയാമായിരുന്നു. അതല്ല പറയുന്നത്. ദേശീയ തലത്തിൽ നിങ്ങൾ ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നവരാണ്, അതുപോലും നിങ്ങൾ കണക്കിലെടുക്കുന്നില്ല. ഈ രീതിയിലുള്ള പ്രചരണമാണ് തുടങ്ങി വെക്കുന്നത്. ഞങ്ങള് ഇനിയിപ്പം പിണറായി വിജയൻ സാർ വിളിക്കുന്നിടത്ത് പോയിട്ട് അദ്ദേഹത്തിന്റെ മകളെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടക്കില്ല മാഡം. കാരണം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു, ലൂസിഫർ സിനിമയിലെ ഒരു ഡയലോഗ്, അത് മോഹൻലാൽ സായികുമാറിനോട് പറയുന്നതാണ്. അത് ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്ത് വേണമെങ്കിൽ തീരുമാനിച്ചോളൂ. ശ്രീ പിണറായി വിജയൻ ഡൽഹിയിൽ നടത്തിയ സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിനേക്കാളും വലിയ സമരം എന്ന് പറഞ്ഞ് ഞങ്ങൾ സമ്മതിക്കാം.
കാരണം നമുക്കറിയാം ഇതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്നുള്ളത്. അന്ന് ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് ഒഴിവാക്കാനാണ് ശ്രീ മഹാത്മാഗാന്ധി അവിടെ ചെയ്തത്. പക്ഷെ ഇന്ന് സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീ പിണറായി വിജയൻ ജന്തർ മന്ദിറിൽ പോയിട്ട് തണുപ്പ് കൊണ്ട് സമരം ചെയ്തത്. അത് വഴിയെ മനസ്സിലാവും. കാരണം ഇനി ഇത് അന്വേഷണം വരുന്നുണ്ടല്ലോ, വഴിയെ മനസ്സിലാവും. ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നല്ലോ, ഇവിടെ നമ്മൾ നടത്തിയിരുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് പുനരുജ്ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. കോൺഗ്രസ് ഒന്നും ഇല്ലാതെ കിടക്കുകയായിരുന്നെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 19 സീറ്റ് നേടിയല്ലോ. അപ്പോ ഞങ്ങളെ സംബന്ധിച്ച് ഇതൊന്നല്ല പ്രശ്നം. ഞങ്ങളെ സംബന്ധിച്ച് BJPക്കെതിരെ ശക്തമായൊരു ബദൽ കേരളത്തിൽ ഉണ്ടാക്കുക. BJP കൊണ്ടുവന്നിരിക്കുന്ന വർഗീയ വിഷം നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ ധ്രുവീകരണം നിങ്ങൾ മനസ്സിലാക്കണം. അത് പിണറായി വിജയൻ സാറിന് മനസ്സിലാവില്ല. കാരണം അദ്ദേഹം എങ്ങനെയെങ്കിലും വോട്ട് നേടുക, 1-2 സീറ്റ് നേടുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. പക്ഷെ കോൺഗ്രസ് സംബന്ധിച്ച് അന്നല്ല. 545 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിലെ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതിന്റെ ചെറിയ തുടക്കം കേരളത്തിൽ നിന്ന് ഞങ്ങൾ തുടങ്ങി. മറ്റു സംസ്ഥാനങ്ങളിൽ നാളെ തൊട്ട് തുടങ്ങും. അപ്പൊ അതുകൊണ്ട് ഇത് പിണറായി വിജയൻ സാറിനെതിരെയുള്ള ഒരു ഗൂഢാലോചനയാണെന്ന് വിചാരിക്കേണ്ട. അത് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. കാരണം ആ ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ത്യ മുന്നണിയുടെ കാര്യം പറഞ്ഞത്. ശരി, ഞാൻ തിരിച്ചെത്താം. ആ മുന്നണിയുടെ ഭാഗമാണ് CPM-ഉം എന്ന കാര്യം നേതാക്കളെങ്കിലും ഓർത്താൽ നന്നായിരുന്നു. ശ്രീ ഷമീർ TP, ഇവിടെ ഇപ്പോൾ 20 സീറ്റും കേരളത്തിൽ പിടിക്കുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള യാത്രയാണ് അവർ തുടങ്ങിവെക്കുന്നത്. പ്രവർത്തകരിൽ ആവേശം നിറയ്ക്കുക ഒരു ലക്ഷ്യമാണ്. ഒപ്പം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അവരുടെ കഴിവുകേടുകൾ, അവരുടെ വീഴ്ചകൾ, ഇപ്പോൾ SFIO അന്വേഷണം അത് ഏത് നിലയിലൊക്കെ വന്ന് എത്തി നിൽക്കും എന്നതുപോലും അറിയാത്ത സാഹചര്യമാണ്. അപ്പോൾ അതെല്ലാം ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി 20-ൽ 20 പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കോൺഗ്രസ് യാത്ര നടത്തുമ്പോൾ CPM-നെ സംബന്ധിച്ച് നേരത്തെ നവകേരള യാത്രയൊക്കെ നടത്തി ജനങ്ങളിലേക്ക് ഇറങ്ങി എന്ന് പറയുമ്പോൾ പോലും സാഹചര്യങ്ങൾ എത്രമാത്രം അനുകൂലമാണ് എന്നതൊരു ചോദ്യമല്ലേ? രേണുക, കൊടിയ ദാരിദ്ര്യം മൂലവും പട്ടിണി മൂലവും അല്ലെങ്കിൽ പോഷകാഹാര കുറവ് കൊണ്ടുമൊക്കെ മനുഷ്യന്മാരും കുഞ്ഞുങ്ങളും ഒക്കെ മരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം നിരയിലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതുമാത്രമല്ല, നമ്മുടെ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വർഗീയമായും വർണ്ണപരമായും ജാതീയപരമായൊക്കെ വിഭജിക്കപ്പെട്ടുകൊണ്ട് മനുഷ്യന്മാർ ഇത്രയും കാലം ഇല്ലാത്ത രീതിയിൽ മനസ്സുകൾ തമ്മിൽ കേരളത്തിന്റെ കാര്യത്തിലേക്കാണ് താങ്കളുടെ ശ്രദ്ധ ക്ഷണിച്ചത്. പെൻഷൻ വേണമെന്ന് പറഞ്ഞ് ഓരോരുത്തരും പെൻഷൻ വേണം, ദയാവധം വേണം എന്നൊക്കെ പറഞ്ഞുള്ള സമരങ്ങൾ പല ഭാഗത്ത് നടക്കുമ്പോഴാണ് ഇത്തരം ഒരു യാത്ര നടക്കുന്നത്. ജനങ്ങളെ നേരിട്ട് ബോധ്യപ്പെടുത്താനായി നേതാക്കൾ ഇറങ്ങുന്നത്. നമുക്ക് സമയം കുറവാണ്, അതുകൊണ്ടാണ്. അങ്ങനെ ഒരു രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന BJP പ്രതിനിധിയോട് എനിക്ക് സഹതാപം തോന്നുകയാണ്. പിന്നെ ഇവിടെ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞു, 20 സീറ്റ് ലക്ഷ്യമാക്കിക്കൊണ്ടും സ്വപ്നം കണ്ടുകൊണ്ടുമാണ് അവർ പ്രവർത്തിച്ചോട്ടെ, അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ 2 തവണയും തുടർച്ചയായി അധികാരത്തിൽ വന്ന LDF സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് CPM അതല്ലെങ്കിൽ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ 19 തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 19 പേരുണ്ടായിരുന്നു. 18 പേരെ ഇവിടുന്ന് UDF MP-മാരായി നമ്മൾ ജയിപ്പിച്ചു വിട്ടു. എന്നിട്ടും നമുക്കറിയാം, ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടി അവിടെ ഉണ്ടായത് ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന CPM-ന്റെ രാജ്യസഭാ MP ആയ ഒരു വ്യക്തി മാത്രമാണ് ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പാർലമെന്റിൽ ഉണ്ടായിരുന്നത്. എനിക്കറിയില്ല, രേണുകൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, കഴിഞ്ഞ 5 വർഷമായി ഏതെങ്കിലും ഒരു MP, ഏതെങ്കിലും ഒരു ജനപ്രതിനിധി ഇന്ത്യയുടെ സാഹചര്യങ്ങളെ കുറിച്ച്, ഇന്ത്യയുടെ സാമ്പത്തിക സാഹചര്യങ്ങളെ കുറിച്ച്, ഇന്ത്യയുടെ വർഗീയതയും ജാതീയതയും വർണ്ണപരവുമായ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുവാൻ ഒരു കോൺഗ്രസ് MP-യും പാർലമെന്റിൽ ഉണ്ടായിട്ടില്ല. മറിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ രംഗത്തിറങ്ങിയത് ജോൺ ബ്രിട്ടാസ് ആണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി പിണറായി വിജയൻ എന്നും പറഞ്ഞ് അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും അദ്ദേഹത്തിന്റെ മകളെയും ഒക്കെ ആക്രമിക്കുവാൻ വേണ്ടി മാത്രമാണ് കോൺഗ്രസുകാർ അവരുടെ ഊർജ്ജം ചെലവാക്കുന്നത്. അവർ നടത്തിക്കോട്ടെ, BJP-യെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർ എന്ത് അന്വേഷണമാണെങ്കിൽ നടത്തിക്കോട്ടെ. സഖാവ് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കൈകൾ പരിശുദ്ധമാണെന്ന്. ഞങ്ങൾക്ക് അദ്ദേഹത്തിൽ പരിപൂർണമായ വിശ്വാസമുണ്ട്. ഏത് അന്വേഷണത്തെയും നേരിടാൻ അദ്ദേഹത്തിന്റെ കൈകൾ സംശുദ്ധമാണ്. ശരി, ശ്രീ രമേശ് മണിക്കോത്ത്, ഇവിടെ ഇപ്പോൾ ഏറ്റവും പ്രധാനമായും കോൺഗ്രസും CPM-ഉം തമ്മിൽ
ഉള്ള മത്സരമാണ് നടക്കുന്നത്. 20 പിടിക്കാൻ കോൺഗ്രസ് നടക്കുമ്പോൾ കഴിയുന്നത്ര നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി CPM-ഉം പ്രചരണത്തിനുണ്ട്. BJP എതിർക്കുന്നത് ഞങ്ങളാണ് മുന്നിൽ എന്നത് വരുത്താൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കാനുള്ള നീക്കമൊക്കെ അവരുടെ ഭാഗത്തു നടക്കുന്നുണ്ട്. ആ സമയത്താണ് പിണറായിയുടെ മകൾ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് VD സതീശൻ വഴിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് K. സുരേന്ദ്രൻ പദയാത്ര നടത്തുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് പദയാത്ര നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? പദയാത്ര കൊണ്ടുള്ള ഗുണം ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ കാണാം മാഡം. പറയുന്നത് ഇവിടെ പരസ്പരം ഈ രീതിയിൽ ഏറ്റുമുട്ടുന്ന ആളുകൾ തമ്മിൽ പിണറായി വിജയൻ കോടതിയെ സമീപിച്ചത് VD സതീശൻ വഴിയാണ്, അല്ലെങ്കിൽ അതിന് പിന്നിൽ സതീശന്റെ ബുദ്ധിയാണ് എന്നതൊക്കെയാണ് ലോജിക്ക്. അതിന് എന്ത് ലോജിക്കാണുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഇവരൊരു മുന്നണിയല്ലേ മാഡം? ഇവർ ഇന്ത്യ മുന്നണി ഒരു മുന്നണിയല്ലേ, ഒരു കൂട്ടുകക്ഷിയല്ലേ ഇവര്? അത് അങ്ങനെ പറഞ്ഞാലും തെറ്റിട്ട് അങ്ങനെ ആയിരിക്കും. ഇവരങ്ങനെ തന്നെ പോവും. ഇവരിപ്പോ 20-ൽ 10 ജയിച്ചു എന്ന് കരുതിക്കോ. ഇവരവിടെ പോയിട്ട് ആരെ പിന്താങ്ങുക? ഇവർ ഒന്നിച്ചേ ഇരിക്കുക. കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കലാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ അജയ് കുര്യാക്കോസ് 20 സീറ്റ്. ഞാൻ പറയുന്നത് നമുക്കിനി ഇലക്ഷൻ കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഇരിക്കുമല്ലോ. 2 അക്കം തികയാൻ സാധ്യത കുറവാണ് കോൺഗ്രസിന്. 2 അക്കം തികയാൻ കേരളത്തിൽ സാധ്യത കുറവാണ്. നമുക്ക് കാണാം. ഇലക്ഷൻ റിപ്പോർട്ട് വരട്ടെ. പിന്നെ നമ്മുടെ സഖാവ് ഷമീർ പറഞ്ഞതിന് ഞാൻ മറുപടി പറയാം. വർഗീയം ഇവരെപ്പോഴും ആദ്യം വന്നതിന് പറയാം, ഇന്ത്യയിൽ ഭയങ്കര വർഗീയാണ്, ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യ, പട്ടിണി മരണമാണ്. ഷമീറിന്റെ വീടും പരിസരവും ഒരു 10 വീട് എടുത്തു നോക്ക്. എവിടെയാണ് പട്ടിണി? ഷമീർ കാണിച്ചു തരട്ടെ. കേരളത്തിൽ എവിടെയാണ് പട്ടിണി? ഷമീർ ഇവരുടെ ഭരണ പരാജയം. ഇപ്പൊ കേന്ദ്രം കൊടുക്കുന്ന അരി, കഴിഞ്ഞ പ്രാവശ്യം കേന്ദ്രം കൊടുത്ത അരി അതിനകത്ത് ചന്ദ്രിക 29 രൂപയുടെ അരി പോയിട്ട് നേരിട്ട് കൊടുക്കണം. നിങ്ങൾ ഭരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതന്നെ ആയിരിക്കും അവസ്ഥ. കേരളത്തിന്റെ അവസ്ഥയല്ല പറഞ്ഞത്. എന്തേലും ചർച്ചയിൽ വെച്ച് എന്തേലും പറയാം. നിങ്ങൾ നോട്ടക്കും പിന്നിലാണ്. നമുക്ക് നിങ്ങളോട് സഹതാപേ ഉള്ളൂ. നമ്മൾ ഒരു സൈഡിൽ വെച്ചിരിക്കുകയാണ്. നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ നോട്ടക്കും പിന്നിലാണ്. രാജ്യത്തിന്റെ ഇത്രയും ജാതിയുടെയും വർഗീയതയുടെയും പ്രശ്നം നടക്കുമ്പോൾ അഭിമാനത്തോടെ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അത് തന്നെ വലിയ കാര്യമാണ്. ഇന്ത്യയിൽ നമ്മൾ നേരിട്ട് മുട്ടുന്ന കോൺഗ്രസ് ആയിട്ട് നിങ്ങളെ നമ്മൾ പരിഗണിക്കുന്നില്ല. നിങ്ങൾ നോട്ടക്കും പിന്നിലാണ്. അതുകൊണ്ട് അതവിടെ കേട്ടെ. നിങ്ങളുടെ പ്രഖ്യാപനങ്ങൾ അവിടെ വെച്ചോളൂ. നമ്മൾ എടുക്കുന്നില്ല. നിങ്ങൾ ക്യാപ്റ്റോൾ കൊണ്ട് എപ്പോഴും ഒരേ ക്യാപ്റ്റോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് പ്രതിനിധി വന്നാലും ഒരേ ക്യാപ്റ്റോളാണ്. ഇന്ത്യയിൽ ഭയങ്കര വർഗീയമാണ്, ഇന്ത്യയിൽ പട്ടിണിയാണ്. നാളെ മുമ്പ് നിങ്ങൾക്ക് പറയാൻ സീറ്റും ലക്ഷ്യമിട്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ സമരാഗ്നി ജാഥയ്ക്ക് തുടക്കമായിരിക്കുന്നത്. വളരെ നന്ദി ശ്രീ ഷമീർ TP, ശ്രീ രമേശ് മണിക്കോത്ത്, ശ്രീ അജയ് കുര്യാക്കോസ് ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിന്. മറ്റൊരു വിഷയമായി ഇനി നാളെ കാണാം. നമസ്കാരം.